ബിഎംസി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻ, പവേഡ് ബൈ മൈൽ ഫുഡ് സ്റ്റെപ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സിനിമാ സംഘടനകളിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം. വാർത്തകളിൽ നിറയെ സിനിമയും വിവാദങ്ങളും. സിനിമാ സംഘടനകളിൽ തിരഞ്ഞെടുപ്പ് കാലമാണിത്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഭാരവാഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും പ്രസ്താവന യുദ്ധങ്ങളും അരങ്ങേറുന്നു. ദിവസവും വിവിധ ആരോപണങ്ങളുമായി നടീനടന്മാർ രംഗത്തെത്തുന്നു. ബാബുരാജ് മത്സരിക്കുന്നതിനെതിരെ ആരംഭിച്ച അമ്മയിലെ പോരാട്ടം കുക്കു പരമേശ്വരനും പൊന്നമ്മ ബാബുവും തമ്മിലുള്ള പോർവിളിയിൽ എത്തി നിൽക്കുന്നു. ചില നടിമാരെ തെറ്റിദ്ധരിപ്പിച്ച് കുക്കു പരമേശ്വരൻ പരാതികൾ ഷൂട്ട് ചെയ്തു വാങ്ങിയെന്നും അതിൻ്റെ മെമ്മറി കാർഡ് കുക്കു രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണെന്നുമാണ് ആരോപണം. ഇതിനിടയിൽ നടി ഉഷയ്ക്കെതിരെ മാല പാർവതിയും രംഗത്തെത്തി. അമ്മ അംഗങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഉഷ രഹസ്യമായി ചോർത്തിക്കൊടുത്തുവെന്നാണ് മാല പാർവതിയുടെ ആരോപണം. പൊന്നമ്മ ബാബുവും കുക്കു പരമേശ്വരനും തമ്മിലുള്ള പോരാട്ടം ശക്തമാവുന്നതിനിടയിലാണ് ഈ ആരോപണവും ചൂടുപിടിച്ചിരിക്കുന്നത്. ബസ് കാത്തുനിന്നവർക്ക് നേരെ ലോറി പാഞ്ഞുകയറി. 2 യുവതികൾക്ക് ദാരുണാന്ത്യം. നാടിനെ നടുക്കി കൊല്ലം കൊട്ടാരക്കരയിൽ ലോറി പാഞ്ഞുകയറി 2 യുവതികൾക്ക് ദാരുണാന്ത്യം. ബസ് കാത്തുനിന്ന പനവേലി സ്വദേശികളായ സോണിയ, ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന ലോറി പനവേലിയിൽ ബസ് കാത്തുനിന്ന 2 സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷം ലോറി നിന്നു. ഗുരുതരമായി പരിക്കേറ്റ മറ്റു 2 പേരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെ ഹൈക്കോടതിയിൽ ഹർജി നൽകി ശ്വേതാ മേനോൻ. ചലച്ചിത്ര താരം ശ്വേതാ മേനോനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച താരം അമ്മ സംഘടനയിലെ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയാണെന്നാണ് ശ്വേതയുടെ വാദം. FIRലെ ബാലിശമായ വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടിയും കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം ശ്വേതാ മേനോന് പിന്തുണയുമായി സഹമത്സരാർത്ഥികളായ ദേവനും രവീന്ദ്രനും രംഗത്തെത്തി. പരാതി ദുരുദ്ദേശപരവും വിഡ്ഢിത്തവുമാണെന്ന് ദേവൻ പ്രതികരിച്ചു. പരാതിക്ക് പിന്നിൽ അമ്മ സംഘടനയിലെ ആരുമല്ലെന്നാണ് വിശ്വാസം. സംഘടനയിലെ ഒരു അംഗവും ചെയ്യാത്ത പ്രവൃത്തിയാണിത്. FIR വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വിഡ്ഢിത്തമായ കേസാണെന്ന്. വലിയ കുറ്റമാണെങ്കിൽ ശ്വേതാ മേനോനെതിരെ മാത്രമായിരുന്നില്ല പരാതി നൽകേണ്ടിയിരുന്നത്. ചിത്രത്തിലെ മറ്റഭിനേതാക്കൾക്കെതിരെയും അണിയറ പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. IT നിയമത്തിലെ 67A പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അശ്ലീല ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചെന്നും FIRൽ പറയുന്നു. പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയാണ് പരാതിക്കാരൻ. നികുതി 50% ഉയർത്തി ഇന്ത്യയെ വിടാതെ ട്രംപ്. മൈ ഫ്രണ്ട് അഭിസംബോധനയുമായി വി ശിവൻകുട്ടി. ഇന്ത്യക്കു നേരെ അധിക തീരുവ ചുമത്തിയ US നീക്കത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി. മൈ ഫ്രണ്ട് എന്നായിരുന്നു വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മോദിയെ പരിഹസിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത്. ട്രംപിനെ മോദി മൈ ഫ്രണ്ട് എന്ന് അഭിസംബോധന ചെയ്തതിനെ പരിഹസിച്ചാണ് വി ശിവൻകുട്ടിയുടെ കുറിപ്പ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങൽ തുടരുന്നതിന് മറുപടിയായാണ് ഇന്ത്യക്ക് പകരം തീരുവ അമേരിക്ക കുത്തനെ ഉയർത്തിയത്. ഇന്ത്യക്ക് 25% അധിക തീരുവ ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇതോടെ ഇന്ത്യക്കെതിരെ 50% പകരം തീരുവ ചുമത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സർക്കാർ നിലവിൽ നേരിട്ടോ അല്ലാതെയോ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയതായി ട്രംപ് ഉത്തരവിൽ അറിയിച്ചു. 21 ദിവസത്തിനുള്ളിൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരും. അതേസമയം സ്കൂളുകളുടെ സുരക്ഷയിൽ പരിഹാരം കാണാൻ മുഖ്യമന്ത്രി തന്നെ ഉന്നതതല യോഗം വിളിച്ചിരുന്നുവെന്ന് മന്ത്രി അറിയിച്ചു. തരം തിരിച്ച് പട്ടിക എടുക്കുവാൻ തീരുമാനിച്ചു. 2 ആഴ്ച കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണും. അധ്യാപികയുടെ ഭർത്താവിൻ്റെ ആത്മഹത്യയിൽ മാനേജർ നോട്ടീസ് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ സർക്കാർ നോട്ടീസ് കൊടുക്കും. ഒരു വ്യക്തിയുടെ ജീവനാണ് പോയത്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ കർശന നടപടി സ്വീകരിക്കും.
ഫയൽ വൈകിയതിന്റെ പേരിൽ ഇനിയൊരു മരണവും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നും മന്ത്രി അറിയിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ശാസ്ത്രമുന്നേറ്റത്തിൽ കേരളം രാജ്യത്തിന് മാതൃക, മുഖ്യമന്ത്രി. ശാസ്ത്രമുന്നേറ്റത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്ര ഗവേഷണ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശാസ്ത്രം എങ്ങനെ സാധാരണക്കാരന് പ്രയോജനപ്പെടുമെന്നതാണ് പരിശോധിക്കേണ്ടത്. ശാസ്ത്രത്തിന്റെ അഭാവത്തിൽ മനുഷ്യരാശിയുടെ വികസനം അസാധ്യമാണ്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശാസ്ത്രമേഖലയും വ്യവസായ മേഖലയും പരസ്പര ധാരണയോടെയുള്ള പ്രവർത്തനം വലിയ നേട്ടങ്ങൾക്കിടയാകും. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് കാർഷിക മേഖലയ്ക്ക് കൂടി ഗുണകരമാകണം. ജനിതക എഞ്ചിനീയറിംഗ് രംഗത്തെ ഗവേഷണ ഫലങ്ങൾ ഭക്ഷ്യമേഖലയ്ക്കും ആരോഗ്യമേഖലയ്ക്കുമെല്ലാം കൈത്താങ്ങാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീരിൽ CRPF ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം, 3 ജവാന്മാർ മരിച്ചു. ജമ്മു കാശ്മീരിൽ CRPF ജവാന്മാർ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം, 3 CRPF ജവാന്മാർക്ക് ജീവൻ നഷ്ടമായി. 15ഓളം CRPF ജവാന്മാർക്ക് പരിക്കേറ്റു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ 10:30ഓടെയാണ് സംഭവം നടന്നത്. വാഹനത്തിൽ 23 പേർ ഉണ്ടായിരുന്നു. ഉദംപേരൂരിന് സമീപത്തെ കൊക്കയിലേക്കാണ് ബസ് മറിഞ്ഞത്. സേനയുടെ 187ാം ബറ്റാലിയന്റേതാണ് വാഹനം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് വീണ്ടും തിരിച്ചടി. ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളി. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് വീണ്ടും തിരിച്ചടി. ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യശ്വന്ത് വർമ്മ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. സമിതിയുടെ അന്വേഷണം നിയമവിരുദ്ധമല്ലെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ച്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ പ്രവർത്തികൾ ആത്മവിശ്വാസം നൽകുന്നില്ല എന്നും നിരീക്ഷണം. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊല. തിരുപ്പൂരിൽ SIയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊല. തിരുപ്പൂരിൽ SIയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. മണികണ്ഠനാണ് മരിച്ചത്. അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആക്രമിച്ചെന്നാണ് പോലീസ് വാദം. ചൊവ്വാഴ്ച രാത്രിയാണ് സ്പെഷ്യൽ SI ഷൺമുഖസുന്ദരം കൊല്ലപ്പെട്ടത്. AIDMK MLA C മഹേന്ദ്രന്റെ ഉടമസ്ഥതയിൽ തിരുപ്പൂർ ജില്ലയിലെ ഗരുഡിമംഗലത്തുള്ള ഫാമിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ഫാം ഹൗസിലെ ജോലിക്കാരായ മൂർത്തി, മക്കളായ മണികണ്ഠൻ, തങ്കപ്പാണ്ടി എന്നിവരായിരുന്നു പ്രതികൾ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.